ഈ വർഷത്തെ വിഷു ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളും പിന്നെ എന്റെ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും എല്ലാവരും ഒരുമിച്ചാണ് അധികം ഉണ്ടാവാറുള്ളത്. ഈ വർഷവും അതിന് മുടക്കൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 2 ഡേയ്സ് ലീവ് എടുത്തിട്ട് അവര് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ലീവ് ലാസ്റ്റ് മൊമെന്റിലാണ് കേട്ടോ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് 4 പേർക്കും 2 ഡേയ്സ് ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 12 ഒക്കെ ആയപ്പോഴാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നേരെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ എന്തോ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കുറെ നേരം സംസാരിച്ചു. അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ദോശയും ചട്നിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഫിഷ് കറിയും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് നേരെ റെഡിയാവാൻ തുടങ്ങി. അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ വിഷുവിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലാസ്റ്റ് മൊമെന്റ് ആണ് ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി. അത് കഴിഞ്ഞ് സദ്യ ഒരുക്കാനുള്ള ഗ്രോസറി ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നു.